ഹായ് സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാളവനയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മാളവന നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ്, ബിനീഷ് ഇവിടെ വീട്ടിൽ നമ്മൾ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ടെറസിന്റെ മേലെ കയറി നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിക്കുന്നത്. നല്ല വെയിലുണ്ട്, ടെറസിന്റെ മേലെയാണ്. ഒരു തുള്ളി വെയിൽ പോലും പുറത്തു പോകില്ല, നമുക്ക് എല്ലാ വെയിലും കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഗവൺമെന്റ് ലാബിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 സോഴ്സാണ്, നമുക്ക് ഓപ്പൺ വെല്ലും അതേപോലെ തന്നെ ബോർവെല്ലും. അപ്പൊ രണ്ടിന്റെയും ക്വാളിറ്റി 2 ടൈപ്പാണ്. ബോർവെല്ലാണെങ്കിൽ അത്യാവശ്യം ടർബിഡിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അയണിന്റെ സാന്നിധ്യം ഉണ്ട്, പിന്നെ ചെറിയ രീതിയിൽ pH-ന്റെ വേരിയേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് സ്മെല്ലുണ്ട്, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ്. പക്ഷെ കമ്പയർ ചെയ്യണമെങ്കിൽ ഓപ്പൺ വെല്ലായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഓപ്പൺ വെല്ല ബോർവെല്ലിനേക്കാളും കുറച്ചും കൂടി നല്ല വെള്ളമാണ് നമ്മുടെ കിണറിലെ വെള്ളം. പക്ഷെ അത്യാവശ്യം അതിനകത്തും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വേനലാവുമ്പോൾ നല്ല പീക്ക് ടൈം ആകുമ്പോൾ കിണറ്റിലെ വെള്ളം താഴ്ന്നു പോകും. അതായത് കിണറ്റിലെ വെള്ളം നമുക്ക് കിട്ടാറില്ല, ഷോർട്ടേജ് വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു സെക്കൻഡറി ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ബോർവെല്ലിന് ഉപയോഗിക്കും. അപ്പൊ ആ രണ്ടിനെയും കൂടി ക്ലബ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ അത്യാവശ്യം കൺസംഷൻ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി നമ്മൾ ക്ലബ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ 1465 വെസലാണ്, ടാറ്റയുടെ വെസലാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്രാവിറ്റിയാണ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാണ്ട് നമ്മളൊരു പ്രീ ഫിൽറ്റർ അഡീഷണൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന പോലെ ഒരു 20 ഇഞ്ചിന്റെ ജംബോ സ്പൺ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ അഡീഷണൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പ്രഷർ പമ്പിന്റെ യൂസേജ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റീസ് ഫിസിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ തന്നെ എന്തെങ്കിലും ഈ പമ്പിന്റെ ഈ ഒരു റണ്ണിങ് ടൈമിലുള്ള ഒരു പ്രഷർ കൊണ്ട് എസ്കേപ്പായി വരാനുള്ള ചാൻസസ് ഇല്ലാതില്ല. അപ്പൊ അതങ്ങനെ വരികയാണെങ്കിൽ പിടിക്കാവുന്ന ഒരു സെക്കൻഡറി ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രീ ഫിൽറ്റർ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അധികം കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ മീഡിയാസും ബാക്കിയുള്ള അനുബന്ധ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ടാങ്ക് ഇതാണ് കേട്ടോ. നമ്മുടെ ടാങ്ക് ക്യാപ്സൂൾ ടൈപ്പ് ടാങ്കാണ്. അതേപോലെ നമ്മുടെ വെസൽ ഇവിടെ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ലൈനൊക്കെ കുറച്ച് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, പ്ലംബിങ്ങിന്റെ ലൈനൊക്കെ കുറച്ച് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലൈൻ ലൂപ്പ് ചെയ്യാന്നുള്ളതാണ്, മീഡിയ നിറച്ചിട്ട് ലൈൻ ലൂപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ പണി. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് തീർത്ത് നിലത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഫില്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, വേറെ ഒന്നുമല്ല, ആവർത്തന വിരസത വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. 14 വെസലിൽ നമ്മൾ എല്ലാ മീഡിയം ഫില്ല് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് MPV ടൈറ്റ് ചെയ്തിട്ട് പ്ലംബിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ കൂട്ടുകാരെ നമ്മളത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. നമ്മുടെ 1465 മൾട്ടിമീഡിയ വെസൽ ഫിൽട്രേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. മീഡിയ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തു. അത് നമ്മുടെ വീഡിയോയിൽ ആദ്യമേ കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളെപ്പോഴും ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ മീഡിയ എല്ലാം ഫില്ല് ചെയ്തു. അതേപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിനെ ബാക്ക് വാഷിലേക്ക് ഇടാം. ബാക്ക് വാഷ് ഇട്ടിട്ട് ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനപ്പ് ചെയ്യാം. അപ്പോൾ നേരെ ബാക്ക് വാഷ്. ബാക്ക് വാഷ് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ഇതിനെ ലൈനപ്പ് ചെയ്യണേക്ക് മുമ്പ് നമ്മുടെ ജംബോ ഫിൽറ്ററിൻ്റെ സ്പൺ ഫിൽറ്റർ നമുക്ക് ലോഡ് ചെയ്തിട്ട് ലൈനപ്പ് ചെയ്യാം. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ. നമ്മുടെ വെസൽ ഫിൽട്രേഷൻ്റെ ബാക്ക് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ജംബോ ഫിൽറ്റർ നമ്മൾ ലോഡ് ചെയ്തു അകത്തേക്ക് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്കെല്ലാം നമ്മുടെ കഴിഞ്ഞു. വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി എക്സ്റ്റൻഡ് ക്വാളിറ്റി തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെ ഹൗസ് വാമിങ് വരെയാണ്. അപ്പോൾ അത് കാരണം തിരക്കാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മളിവിടെ നീങ്ങിയാണ്. ഇത്ര നേരം വെയിലത്തായിരുന്നു. അപ്പോൾ ഇനി അധികം നേരം നിൽക്കാനുള്ള അവസരമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വർക്ക് നമ്മുടെ വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ വീഡിയോയിലൂടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.